നമ്മുടെ പഴമയിൽ നിന്നും വായ്മൊഴിയായും കഥകളായും പകർന്നു വന്നവയാണ് മിത്തുകൾ. അവയിലെ കഥാപാത്രങ്ങൾ പലപ്പോഴും മുത്തശ്ശി കഥകളായും പുരാണങ്ങളായും നമ്മുടെ കാതിലെത്തുന്നു. അവ മനസ്സ് കീഴടക്കുന്നു. ഇത്തരം കഥകൾ ബിഗ് സ്ക്രീനിൽ എത്തുമ്പോഴും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് മലയാളി. ഈ ഓണക്കാലത്ത് മലയാള സിനിമാ രംഗത്തെ ചർച്ച ലോകയാണ്. മലയാളിക്ക് സുപരിചിതമായ ഒരു മിത്തിനെ ആവാഹിച്ചെടുത്ത് പുത്തൻ ആസ്വാദന തലത്തിൽ എത്തിച്ച ചിത്രം പ്രശംസയും പണവും ഒന്നിച്ച് വാരിക്കൂട്ടുകയാണ് ബോക്സ് ഓഫീസിൽ. കേട്ടുപഴകിയ മുത്തശ്ശിക്കഥയിലെ യക്ഷിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അങ്ങനെ മലയാളികളുടെ മിത്തുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള യൂണിവേഴ്സിലെ ഒന്നാമത്തെ പാർട്ടാണിത്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ, സാൻഡി, അരുൺ കുര്യൻ, ചന്തു സലീം കുമാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും 100 കോടി ക്ലബിലാണ് ചിത്രം ഇടം നേടിയിരിക്കുന്നത്. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം എന്നതിലുപരി മലയാള സിനിമയിലെ ഒരു ബെഞ്ച് മാർക്കായി കൂടി ലോകം മാറിയിരിക്കുന്നു. മലയാളി ബിഗ് സ്ക്രീനിൽ ഒരു മിത്തി ക്യാരക്ടറിന്റെ സ്വതന്ത്രമായ ആവിഷ്കാരം ആദ്യമായി ആഘോഷിച്ചത് ലോകയിലെ ഒരു പ്രധാന കഥാപാത്രമായ രഘുനാഥ് പാലേരിയുടെ തൂലികയിൽ നിന്നാണ് എന്നത് യാദൃശ്ചികതയാവാം. 1984 നവോദയയുടെ നിർമ്മാണത്തിൽ ജിജോ പുനു സംവിധാനം ചെയ്ത് രഘുനാഥ് പാലേരിയുടെ തൂലികയിൽ പിറന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ അന്നത്തെ പ്രേക്ഷകർക്ക് ആദ്യാനുഭവമായിരുന്നു. അമാനുഷിക കഥാപാത്രമായ കുട്ടിച്ചാത്തൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പ്രിയപ്പെട്ടതായി. കാലൻ എക്കാലത്തെ മിത്തുകളിൽ ഒന്നാണ്. കാലൻ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയിട്ടും ഇവിടെ ജീവിക്കാൻ ആഗ്രഹിച്ച പപ്പന്റെ കഥയാണ് 1986 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് സിദ്ദിഖ് ലാൽ തിരക്കഥ എഴുതി പുറത്തിറങ്ങിയ ഫാന്റസി ചിത്രം പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. മിത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്ന യമരാജൻ അഥവാ കാലനായി തിലകനാണ് എത്തുന്നത്, പപ്പനായി റഹ്മാനും. ചിത്രം അന്ന് വാണിജ്യപരമായി പരാജയമായിരുന്നുവെങ്കിലും പിന്നീട് അതിന് ആരാധകരേറെ ഉണ്ടാവുകയായിരുന്നു. പി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഞാൻ ഗന്ധർവനാണ് ലിസ്റ്റിൽ മൂന്നാമത്തേത്. ഭൂമിയിലെ ഒരു കന്യകയെ പ്രണയിക്കുന്ന ഗന്ധർവനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. മഹാഭാരതത്തിലൂടെ കൃഷ്ണനായി പ്രേക്ഷകർക്ക് സുപരിചിതനായ നിതീഷ് ഭരദ്വാജ് ആയിരുന്നു ഗന്ധർവനായി എത്തിയത്. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഗന്ധർവൻ എന്ന സങ്കല്പത്തെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സംവിധായകന്റെ ഒരു പരീക്ഷണമായിരുന്നു ഞാൻ ഗന്ധർവൻ. ഇന്നും മലയാള സിനിമയിലെ കൾട്ട് ക്ലാസിക് ആണിത്. അനിൽ ബാബു സംവിധാനം ചെയ്ത് കലൂർ ഡെന്നിസ് രചിച്ച് ഇന്നസെന്റ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയാണ് അടുത്തത്. ഉണ്ണികൃഷ്ണനും ദാസനും ആകസ്മികമായി ചാത്തുണ്ണി എന്ന ഭൂതത്തെ കണ്ടുമുട്ടുന്നതും മൂവരും ഉൾപ്പെടുന്ന സാഹസികതകളും അവരെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ജനൂസ് മുഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച് പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് 2019 പുറത്തിറങ്ങിയ ഒരു മലയാളം സയൻസ് ഫിക്ഷൻ ഹൊറർ ചിത്രമാണ് നയൻ. മലയാളത്തിൽ അത്ര പരിചിതമല്ലാത്ത പശ്ചാത്തലമാണ് ഈ സിനിമ ചർച്ച ചെയ്തത്. ഭൂമിക്കരികെ ഒരു വാൽനക്ഷത്രം വരുന്നതും തുടർന്ന് വരുന്ന 9 ദിവസത്തെ കാര്യവുമാണ് ചിത്രം പറയുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ തുടങ്ങി പിന്നീട് ഹൊററും ഫാന്റസിയും ഒക്കെയായി ചിത്രം മാറും. നിഗൂഢവും അമാനുഷികവുമായി തോന്നുന്ന ഈവ എന്ന കഥാപാത്രത്തിന് പ്രേക്ഷകരിലേക്ക് കൂടുതൽ വൈവിധ്യമാർന്ന വ്യാഖ്യാനങ്ങളും കൗതുകവും കൊണ്ടുവരാനും സാധിച്ചു. നിർമ്മൽ സഹദേവ് രചനയും സംവിധാനവും നിർവഹിച്ച് 2022 പുറത്തിറങ്ങിയ ഒരു മലയാളം ഫാന്റസി ഹൊറർ ചിത്രമാണ് കുമാരി. നാടോടി കഥകളിൽ നമുക്ക് സുപരിചിതനായ ചാത്തന്റെ കഥയാണ് പ്രധാനമായും സിനിമ പറയുന്നത്. ഐശ്വര്യ ലക്ഷ്മി, ഷൈൻ ടോം ചാക്കോ, സുരഭി ലക്ഷ്മി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. രാഹുൽ സദാശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച് മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബ്രഹ്മയുഗം ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ഒന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം കേരളത്തിലെ പുരാണങ്ങൾ, നാടോടി കഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കഥയാണ് ചർച്ച ചെയ്യുന്നത്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ. ബോക്സ് ഓഫീസിൽ ചിത്രം വിജയമായിരുന്നു. ഒട്ടേറെ നിരൂപക പ്രശംസയും ചിത്രത്തിന് ലഭിച്ചു. അനാർക്കലി മരക്കാർ ഏലിയനായി വന്ന ചിത്രമാണ് 2024 പുറത്തിറങ്ങിയ ഗഗനചാരി. അരുൺ ചന്തു സംവിധാനം ചെയ്ത ചിത്രത്തിൽ KV ഗണേഷ് കുമാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഭാവിയിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. 2024 റിലീസ് ചെയ്ത ചിത്രം മികച്ച പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. അമാനുഷിക കഥാപാത്രങ്ങൾ എന്നും മലയാളികളുടെ പ്രിയപ്പെട്ടതാണ് എന്നതിന്റെ തെളിവുകളാണ് ഈ പറഞ്ഞ ചിത്രങ്ങളെല്ലാം. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വേഷത്തിലും ഭാവത്തിലും എല്ലാം ഇന്നത്തെ കാലത്തോട് അടുത്തു നിൽക്കാൻ ശ്രമിക്കുന്നവയാണ്. എന്നിരുന്നാലും ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക മലയാള സിനിമയിലെ ബെഞ്ച് മാർക്കായി തന്നെ നിലകൊള്ളും.